السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. വന്ദനായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിദ്യാർത്ഥികൾ, അല്ലാഹു നമ്മുടെ ഈ സംഗമം അവന്റെ മാർഗത്തിൽ ആരാധനയായി കബൂലാക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ റമളാനിന്റെ വിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ ഇത്തിഖാഫിന്റെ നിയ്യത്തോടുകൂടെ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് അല്പഭാഷ വളരെ ചെറിയ ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അനന്യതയാണ് ഈ ആരാധന. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യന്റെ ഈ ഭൂലോകത്തേക്കുള്ള ആഗമം അതൊരു പരീക്ഷണമായാണ് സൃഷ്ടാവാകുന്ന റബ്ബ് തആല നിശ്ചയിച്ചത്. സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ വചനത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്തിനാണ് അല്ലാഹു ഈ ഭൂമിയെ പടച്ചത്? ഇവിടെയുള്ള ജീവിതം, ആവാസ വ്യവസ്ഥ ശരിപ്പെടുത്തിയത്? ഇങ്ങോട്ട് അവന്റെ പ്രതിനിധിയായി മനുഷ്യൻ എന്തിനാണ് അല്ലാഹു അയച്ചത്? അല്ലാഹു നൽകുന്ന ഉത്തരം ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾ ആരാണ് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ ഈ മഹാപ്രപഞ്ചത്തിൽ എല്ലാ നിമിഷവും ഒരു പരീക്ഷയെ നേരിട്ടുകൊണ്ടിരിക്കും. ആ പരീക്ഷണം ഏതൊക്കെ രീതിയിൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുമോ അതനുസരിച്ചാണ് നമ്മുടെ വിജയം തീരുമാനിക്കുന്നത്. അതിന്റെ റിസൾട്ട് കിട്ടുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഖുർആൻ നിരന്തരമായി പറയും. പക്ഷെ ഖുർആനിന്റെ 1/3 ഭാഗം തന്നെയും ആഖിറത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചും അതിന്റെ മുന്നോടിയായുള്ള മരണത്തെക്കുറിച്ചും ഈ ലോകത്തിന്റെ സമൂലമായ നാശത്തെക്കുറിച്ചും പരാമർശിക്കാനുള്ളത് 1/3 ഭാഗം. എന്തിനാണ് ഈ ആഖിറത്തെക്കുറിച്ച് നിരന്തരമായി ഖുർആൻ നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ അവന്റെ മനുഷ്യത്വത്തോട് നീതി കാണിക്കുകയാണ്. മനുഷ്യൻ ധർമ്മനിഷ്ഠനായി ജീവിക്കുക. ഏത് സാഹചര്യത്തിലും അല്ലാഹുവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ. ആഖിറത്തെ കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ, ഭൗതികമായ നിയമങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും സംഭവിക്കും. നേരെമറിച്ച് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? റബ്ബിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്ന് മനുഷ്യന്മാർ ഈ ജീവിതത്തിനപ്പുറം മരണത്തോടുകൂടെ മരിക്കാത്തൊരു ജീവിതം ആരംഭിക്കാനുണ്ടെന്ന വിചാരത്തിൽ നിന്ന് അവൻ വിട്ടുപോകുന്നു. ഇത് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും കേൾക്കാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത വൃത്തികേടുകളും അതിക്രമങ്ങളും നമ്മൾ കാണേണ്ടിയും വരുന്നു. സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മനുഷ്യന് നിരന്തരമായി നിലനിർത്താനാണ് ആരാധന. പരിശുദ്ധ ഖുർആൻ തന്നെ നിസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം അങ്ങനെ, എന്റെ സജീവമായ സ്മരണ നിലനിർത്താൻ വേണ്ടി അങ്ങ് നിസ്കരിക്കുക. നിസ്കാരത്തിന്റെ കാര്യം ആലോചിച്ച് നോക്കുക. നമ്മളേതെങ്കിലും അതിരാവിലെ ഒരു പള്ളിയിൽ കയറിയിട്ടോ മറ്റോ 5 വഖത്ത് നിസ്കാരം പെട്ടെന്ന് തന്നെ തീർത്ത് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. നേരെമറിച്ച് കൃത്യമായ സമയനിഷ്ഠ അതിനുണ്ട്. എന്തിനാണ് കൃത്യമായ സമയനിഷ്ഠ നമ്മൾ പാലിക്കേണ്ടത്? അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സുജൂദ് അടക്കമുള്ള പ്രത്യേകമായ കുറെ കർമ്മങ്ങളുടെ ഒരു സമുച്ചയമാണ് നിസ്കാരം. അതുവഴി അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ 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 അടുത്തു വരും, തിന്മകളിൽ നിന്ന് മാറും. സൂറത്തുൽ അങ്കബൂത്തിന്റെ 45-ാമത്തെ വചനത്തിൽ നിസ്കാരം ഇന്നസ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുന്നു. അപ്പോ നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നതോടുകൂടി അവൻ റബ്ബിലേക്കുള്ള വിചാരത്തിലേക്ക് എത്തുന്നു. നിരന്തരമായി അവൻ റബ്ബിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നിസ്കാരത്തെ കുറിച്ച് ഇബാദത്തിന്റെ മിഅ്റാജ് ആണെന്ന് പൂർവികർ പഠിപ്പിക്കുന്നത്. അള്ളാഹുലേക്കുള്ള കുതിച്ച് കയറ്റം, അള്ളാഹുലേക്കുള്ള ഉയർന്നു പോകൽ, ആത്മീകമായ റബ്ബിനെ സമീപിക്കുന്ന ഏറ്റവും സുതാര്യമായ ലളിതമായ ആരാധനയാണ് നിസ്കാരം. നമ്മൾ സുബഹിസ്കാരത്തിലേക്ക് എത്തുന്നു, അള്ളാഹുവിലേക്ക് വിധമുള്ള ബന്ധം നമ്മൾ കരസ്ഥമാക്കുന്നു. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മുമ്പ് എന്റെ ഓരോ നിമിഷവും റബ്ബിനാണ് സമർപ്പിക്കുന്ന വജ്ഹത്തുവിൽ നമ്മൾ കയറുന്നു.
ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാത്തി, എന്റെ ആരാധനകൾ, എന്റെ ജീവിതം, എന്റെ ജീവിതത്തിന്റെ ഓരോ തന്തുവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ സ്രഷ്ടാവാകുന്ന സംരക്ഷകനാകുന്ന റബ്ബിനാകുന്നു. ഈ ഒരു പ്രതിജ്ഞയോടുകൂടെ നമ്മൾ റബ്ബിലേക്ക് നേരിട്ട് സംവദിക്കുന്ന ഫാത്തിഹയിലേക്ക് എത്താൻ പണ്ഡിതന്മാരൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫാത്തിഹയുടെ 1-ാം ഘട്ടത്തിൽ നമ്മുടെ സാന്നിധ്യത്തിലല്ലാത്തൊരു റബ്ബിനോടാണ് നമ്മുടെ വാക്കുകൾ. പിന്നീട് ഇയാക്കയിലേക്ക് എത്തുമ്പോഴേക്ക് ആ റബ്ബിന്റെ സാന്നിധ്യം നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെട്ട് നമ്മളും റബ്ബും തമ്മിൽ തീരെ ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് മാറി സമ്പൂർണമായ ബന്ധത്തിലേക്ക് ആത്മികമായി നമ്മൾ കടന്നു വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ച റബ്ബേ നിന്നോട് ഞാൻ സഹായം തേടുന്നു, നിനക്കായി ഞാൻ ആരാധന അർപ്പിക്കുന്നു എന്ന ഫാത്തിഹയിലെ ഏറ്റവും തീവ്രമായ വാക്യം നമ്മൾ പരാമർശിക്കുന്നു. പിന്നെ ഓരോ ഘട്ടം ഘട്ടമായി അഹന്തയുടെ പര്യായമായ മനുഷ്യനെ നിസ്കാരം വിനയത്തിന്റെ വിധാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. നൃത്തം പൊതുവെ ഒരു അഹങ്കാരത്തിന്റെ ലക്ഷണം, അഞ്ചൊക്കൊന്തിയുള്ള നൃത്തം. അതങ്ങനെ തന്നെ തുടരാൻ നിസ്കാരം അനുവദിക്കുന്നില്ല. പതിയെ അവനെ കുനിക്കുന്നു, അവിടെ നിർത്തുന്നില്ല, പിന്നെയും താഴേക്ക് കൊണ്ടുപോകുന്നു. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന പരിപാലിക്കുന്ന അവന്റെ വിശുദ്ധമാം വദനം തന്നെയും ഏതെങ്കിലും ഒരുത്തന്റെ കാൽച്ചുവടിൽ പടച്ച റബ്ബിന്റെ ഭൂമിയിൽ പറ്റിച്ചു നിർത്തുന്നു. ഇതൊരു പ്രാവശ്യം പോലെ. അഹങ്കാരത്തിന്റെ പ്രതീകമാകുന്ന നൃത്തം 2 പ്രാവശ്യം ഒരു റക്അത്തിലുണ്ടെങ്കിൽ സമ്പൂർണ്ണ വിനയത്തിന്റെ അടയാളമാകുന്ന സുജൂദ് ഒരു റക്അത്തിൽ 2 പ്രാവശ്യം ചെയ്യണമെന്ന് നിസ്കാരം നമ്മളെ നിർബന്ധിപ്പിക്കുന്നു. പിന്നീട് ഇതിന്റെ ആവർത്തനങ്ങളാണ്. ഓരോ പ്രാർത്ഥനയും റബ്ബിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നതാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ തക്ബീർ കെട്ടുന്നത് പോലും പടച്ച റബ്ബാണ് പരമശക്തൻ എന്ന പ്രഖ്യാപനാണ്. അതിന്റെ ലളിതമായ മറുവായനാണ് ഒന്നുമില്ല എന്നുള്ളത്. അള്ളാഹുവാണ് സർവശക്തൻ, അള്ളാഹുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ. നമ്മളൊക്കെയോ പടച്ച റബ്ബിന്റെ ആനുകൂല്യം കൊണ്ട് മാത്രം, അവന്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിതം കഷ്ടിച്ച് കരുപ്പിടിപ്പിക്കുന്ന കേവലം മനുഷ്യർ മാത്രം. ഇത് ആവർത്തിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ ആത്മീയതയുടെ വലിയൊരു പ്രവാഹം ഉണ്ടാകുന്നു. നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറുന്നു. ഈ ഒരു ചൈതന്യത്തോടു കൂടെയാണ് നമ്മൾ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. സ്വാഭാവികമായി നമ്മുടേതായ വൃത്തികളിലേക്ക് നമ്മൾ പോകും, ജോലിയിലേക്ക് പോകും, മറ്റു വിഷയങ്ങളിലേക്കൊക്കെ നമ്മുടെ ജീവിതം കടന്നു പോകും. ഈ ഒരു ചൈതന്യത്തിന് ഇത്തിരി ലോപം വരുന്ന സന്ദർഭത്തിൽ ഉടനെ തന്നെ അടുത്ത നിസ്കാരം എത്തുന്നു, പിന്നെയും നമ്മൾ റീചാർജ് ചെയ്യുന്നു. ഇത് അനവരതം നടക്കാൻ വേണ്ടി മാത്രം കിതാബും മൗഖൂത്ത, നിശ്ചിതമായ സമയത്ത് നിർവഹിക്കേണ്ട ആരാധനയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ പഠിപ്പിക്കുന്നു. ഓമിന്റെ കാര്യം വ്യത്യസ്തമൊന്നുമില്ല. മനുഷ്യൻ സജീവമായി ധർമ്മനിഷ്ഠനാവണമെങ്കിൽ അവന് പുതിയ കാലത്ത് വരുന്ന പ്രലോഭനങ്ങളെ എല്ലാം അതിജയിക്കാൻ കഴിയണം. എല്ലാത്തിനോടും യെസ് പറയുന്നതാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു അധർമ്മം കാണിക്കുമ്പോഴേക്ക് അതൊക്കെ എന്ന് പറയണം. ഏതെങ്കിലും ഒരു സിനിമാ നടൻ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിക്കുമ്പോഴേക്ക് അതെനിക്ക് സ്വീകാര്യമാണെന്ന് അതിനോട് സമരസപ്പെടാൻ. ഇങ്ങനെ എല്ലാ അബദ്ധചലനത്തോടുമൊപ്പം മനുഷ്യൻ പോകുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃത്തികേടുകൾ നമ്മൾ കാണേണ്ടി വരുന്നത്. അസമയത്ത് നോ പറയാൻ പഠിപ്പിക്കാൻ ചില സംഗതികൾ വേണം. പ്രധാനമായും നമ്മുടെ നോമ്പ് അതിലും മുന്നിൽ നിൽക്കുന്നു. നമ്മുടെ മലയാളത്തിൽ തന്നെ പുസ്തകമുണ്ട്, വിജയത്തിന് നോ പറയുക എന്ന് പറഞ്ഞു. യെസ് പറഞ്ഞ ഒപ്പം കൂടിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റൂലേ. പിന്നെ അത്രമേൽ സ്വാത്വികരാകുന്ന ആളുകളോട് മാത്രം നമ്മൾ സഹവസിക്കണം. അങ്ങനെ വരുമ്പോ അവരുടെ ജീവിതം മൊത്തം നമ്മൾ എസ് പറഞ്ഞ് പിറകെ കൂടാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് ഇന്ന് സാധ്യമായ രീതിയിൽ ഏത് കാര്യങ്ങളോടും നമ്മൾ അനുകൂലിച്ച് എസ് പറഞ്ഞ് മുന്നോട്ട് പോയാൽ തീർച്ചയായും ജീവിതം ദുനിയാവിലും ആഖിറത്തിലും തോറ്റുപോകും. അതില്ലാതിരിക്കാൻ വിജയത്തിന് വേണ്ടി നോ പറയണമെന്ന് പറയുന്ന പുസ്തകം നമ്മുടെ മലയാളത്തിൽ ബെസ്റ്റ് സെല്ലറാണ്. നമ്മുടെ ഈ നോമ്പിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. എത്രയോ പ്രലോഭനങ്ങളെ അതിജയിക്കുകയാണ് നമ്മൾ. കുറച്ച് സമയമൊന്നുമല്ല, രാവിലെ മുതൽ വൈകിട്ട് വരെയും. പല രാജ്യങ്ങളിലും മുഅ്മിനീങ്ങളൊക്കെ അതിലെ നമ്മളൊക്കെ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നോമ്പെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡെൻമാർക്കിലെ മുഅ്മിനീങ്ങൾ 18 മണിക്കൂറായിരുന്നു നോമ്പെടുത്തത്. രാത്രി വളരെ കുറവും പകൽ കൂടുതലുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമായിരുന്നു അത്.
പക്ഷെ അവർ ഈ അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ ഈ പൂർണ്ണതയുടെ അടയാളമായി ഇതിനെ സ്വീകരിച്ചപ്പോ നോമ്പ് വരുന്നതിന്റെ മുന്നേ ഡെൻമാർക്കും അവിടെയുള്ള മിക്ക സിറ്റികളും അവർ അലങ്കരിച്ചു, അവരരങ്ങു തൂക്കി, അവർ ലൈറ്റ് വെച്ചു. റബീഉൽ അവ്വലിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ. എന്തേ? പടച്ച റബ്ബിന്റെ കൽപ്പന പാലിക്കാൻ ദീർഘമായ അവസരം കിട്ടുന്നു. 17, 18, 19 മണിക്കൂർ നോമ്പെടുക്കേണ്ടി വരും. ഈ ദീർഘമായ സമയത്തിനിടക്ക് നമ്മൾ എന്തൊക്കെ പ്രലോഭനങ്ങളെയാണ് അതിജയിക്കുന്നത്. നല്ല ചൂടുണ്ട്, ദാഹിക്കും, വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ ഫ്രിഡ്ജിൽ ധാരാളം ജ്യൂസുകളുണ്ട്, പക്ഷെ വേണ്ടെന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ കല്യാണത്തലേന്ന് നിർബന്ധിപ്പിക്കുമ്പോ അതിൽ നിന്ന് സുന്ദരമായി മാറി നിൽക്കാനുള്ള പ്രചോദനമാകണം. നോ പറയാൻ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റമദാൻ. എന്ന് വെച്ചാൽ വിജയത്തിന് നമ്മളെ തയ്യാറെടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്ഷണമുണ്ട്, ആരാരും കാണാത്ത നമ്മുടെ വീടകത്ത് നമ്മുടെ എല്ലാ ആജ്ഞയ്ക്കും വിധേയാകുന്ന മനോഹരിയാകുന്ന ഭാര്യയുണ്ട്. പക്ഷെ ലൈംഗികമായി താല്പര്യം തോന്നിയേക്കാം, മനുഷ്യൻ അത് കഠിനമായി പിടിച്ചു നിർത്തുന്നു. ഭക്ഷണത്തിനോടുള്ള നല്ല കൊടും വിശപ്പുണ്ടാകും, പൂർണ്ണമായി മനുഷ്യൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ വൈകിട്ട് വരെ അവൻ അന്നപാന മൈഥുനാദികളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രകൃതത്തെ കൃത്യമായൊരു റൂട്ടിലൂടെ നോമ്പ് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്. ഇത് ഒരു വർഷത്തിൽ 2 ദിവസമായിട്ട് 12 മാസം കൊണ്ട് തീർത്താൻ പറ്റൂല. എന്തുകൊണ്ട്? അതപ്പോ ഒരു പരിശീലനമായി മാറൂല. ഇത് നമ്മൾ 2 ദിവസം ഒരു മാസത്തിൽ നോമ്പെടുക്കണം, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ നോമ്പില്ലാതെ ജീവിക്കുന്നു. സ്വാഭാവികമായും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരൂല. നേരെ മറിച്ച് ഒരു മാസക്കാലം തുടർച്ചയായി ഒരു ദിവസം പോലും വിടാതെ ഈ ഒരു പരിശീലനം നടത്തുമ്പോ സ്വാഭാവികമായും ഈ നോമ്പിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിലുടനീളം എല്ലാ തിന്മകളോടും നോ പറയാൻ നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ റബ്ബിലേക്ക് കൊണ്ടുപോവാണ്. നിസ്കാരം പോലെയുള്ള മറ്റ് ആരാധനകൾ വേണമെങ്കിൽ നമുക്ക് 4 ആളെ കാണുക പ്രകടിപ്പിക്കാൻ പറ്റും. അതിനാണ് റിയാ എന്ന് പറയാം. നോമ്പിന്റെ കാര്യത്തിൽ അതുപോലും സാധ്യമല്ല. എനിക്ക് നോമ്പുണ്ടെന്ന് തെളിയിക്കാൻ ഇങ്ങനെ കുനിഞ്ഞുന്നത് കൊണ്ടോ ക്ഷീണം അഭിനയിച്ചത് കൊണ്ടോ സാധിക്കില്ല. നോമ്പൊരാളെ കാണിച്ച് ചെയ്യാൻ പറ്റുന്ന ആരാധനയേ അല്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ 4 ആളെ കാണാം, വലിയ സഹസിൽ വെച്ച് 1 ലക്ഷം പ്രഖ്യാപിക്കാം. പക്ഷെ ഒരു പാവപ്പെട്ടവന്റെ ആവശ്യാർത്ഥം വീട്ടിലേക്ക് ചെന്നാൽ 100,000 പരാധീനതകൾ പറഞ്ഞിട്ട് 1 രൂപ പോലും കൊടുക്കാതെ വിടാം. എന്തേ? വീട്ടിലേക്ക് ചെല്ലണത് നമ്മൾ മാത്രമാണ്. വലിയ സഹസിലാകുമ്പോൾ 1 ലക്ഷം കൊടുക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാ? പലരും ഞാനൊരു കൊടുക്കുന്ന ആളാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത്തരം ചില സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ. നിസ്കാരം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ കയറി കുറെ റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക ഒരാൾക്ക്, കാരണം ബാക്കിൽ കുറെ ആളുകൾ ഇത് കാണാനിരിപ്പുണ്ട് എന്ന ആ ഒരു അസുലഭമായ ചിന്തയിൽ. നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെ സാധ്യമല്ല. അതുകൊണ്ടാണ് പടച്ച റബ്ബ് നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് മാത്രം അസ്സൗമു ലീ വഅന അജ്സി ബിഹി എന്ന് പറയുന്നത്. നോമ്പ് എനിക്കുള്ളതാണ്, നിസ്കാരം ഹജ്ജോ സക്കാത്തോ എല്ലാം റബ്ബിനുള്ളതാണ്. പക്ഷെ നോമ്പ് റബ്ബിന് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതിന്റെ പ്രതിഫലം ഞാൻ നൽകിക്കൊള്ളും എന്ന് വളരെയേറെ സൃഷ്ടികളെ സ്നേഹിച്ചുള്ള റബ്ബിന്റെ ആ പ്രഖ്യാപനം തന്നെ നോമ്പിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് നിസ്കാരത്തിന് പ്രത്യേകമായൊരു കവാടം സ്വർഗത്തിലില്ല. ഹജ്ജ് ചെയ്ത ആളുകൾക്ക് പ്രത്യേകമായൊരു കവാടം നമുക്ക് ഹദീസിൽ പരിചിതമല്ല. സക്കാത്ത് കൊടുത്തവർക്കൊന്നും അങ്ങനെ ഒരു ആനുകൂല്യമല്ല. പക്ഷെ നോമ്പുകാർക്ക് പ്രവേശിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകമായൊരു കവാടമുണ്ട്. അതിന്റെ പേരാണ് റയ്യാൻ. അതിനെ സായിമൂൻ എന്ന് വിളിച്ചു ചോദിക്കുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരെവിടെ വരൂ എന്നും പറഞ്ഞിട്ട് റയ്യാൻ കവാടം സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നോമ്പാവട്ടെ നിസ്കാരാവട്ടെ, നിസ്കാരത്തിന്റെ വിഷയത്തിലും ഈ നോയുടെ കാര്യം പ്രസക്താണ്. തക്ബീറത്തു തഹറം എന്നാണ് 1ാമത്തെ തക്ബീറിന്റെ പേര്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന മറ്റൊരു പേര്. രണ്ടായാലും ആശയം ഹറാമാക്കുന്ന തക്ബീർ എന്നാണ്. എന്തിനെ ഹറാമാക്കും? അതുവരെ ഹലാലായ കുറെ കാര്യങ്ങളെ ഇത് ഹറാമാക്കും. അതുവരെ ചിരിക്കായിരുന്നു, തക്ബീർ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പറ്റൂല. നടക്കായിരുന്നു, വെള്ളം കുടിക്കായിരുന്നു, ഭക്ഷണം കഴിക്കായിരുന്നു, നമുക്ക് ഇഷ്ടം പോലെ ചലിക്കായിരുന്നു, വർത്തമാനം പറയായിരുന്നു. ഇതൊന്നും ഇനി സാധ്യമല്ല. കുറച്ച് മിനിറ്റുകളാണെങ്കിൽ പോലും മനുഷ്യനെ സമ്പൂർണമായി നിയന്ത്രിക്കുന്നു. അവന്റെ വികാര വിചാരങ്ങളിൽ നിന്ന് മാത്രമല്ല, അവന്റെ സ്വതന്ത്രമായ ചലനത്തിൽ നിന്നും ചിന്തയിൽ നിന്ന് പോലും നിസ്കാരം അവനെ നിരോധിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് സ്വസ്ഥമായൊരു ജീവിതം എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ആരാധന. ഇത് റബ്ബിനോടുള്ള ബന്ധം കൊണ്ടാകുമ്പോൾ വിശ്വാസിക്ക് വലിയ സന്തോഷം തോന്നുന്നു.
അതുകൊണ്ടാണ് 3 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കുന്നവർ നമ്മുടെ കേരളത്തിൽ ധാരാളമുണ്ട്. പൂർവികരാകുന്ന മഹാന്മാരെ കുറിച്ച് ചില കിതാബിലൊക്കെ നമ്മൾ കാണുന്നത് നോമ്പെന്ന ചിന്ത, റമദാൻ എന്ന ചിന്ത അവരുടെ മനസ്സിൽ ഒഴിഞ്ഞു പോണില്ല എന്നാണ്. 6 മാസം മുന്നേ തുടങ്ങും അവർ റമദാനിലേക്ക് എത്തിക്കണേ എന്ന പ്രാർത്ഥന. റമദാൻ കഴിഞ്ഞാലോ പിന്നീട് 4-5 മാസം മുഴുവനും ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടെ അവർ നോമ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ചിലപ്പോൾ ജോലി മാറ്റിവെക്കേണ്ടി വരും, അതവർ ചെയ്യും, അല്ലാതെ ബുദ്ധിമുട്ടും. എന്നാലും അവർ നോമ്പ് ഉപേക്ഷിക്കില്ല, നോമ്പിന് വേണ്ടി മാത്രം ജീവിക്കും. 3 മാസം തുടർച്ചയായിട്ട് നോമ്പ് എടുക്കുക എന്ന് പറയുമ്പോഴേക്ക് അവരുടെ മനസ്സിനെ എത്രമേൽ നിയന്ത്രിക്കണം എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് തന്നെ 4-5 ദിവസം ആകുമ്പോഴേക്ക് പകലത്തിരി വെള്ളം കുടിക്കാൻ ഇങ്ങനെ മോഹം വരും. ഇത് 90 ദിവസം. എന്തുകൊണ്ടാണ്? റബ്ബിനോടുള്ള ബന്ധത്തെ വേണ്ട വിധം മനസ്സിലാക്കുമ്പോ ആരാധനകൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ പുഷ്പം പോലെ സഹിക്കാൻ വിശ്വാസിക്ക് പറ്റും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് നല്ലൊരു ശതമാനം സക്കാത്ത് കൊടുക്കണ്ടേ? സന്തോഷത്തോടുകൂടെ സക്കാത്ത് നൽകാൻ മുന്നിട്ടിറങ്ങുന്ന വിശ്വാസിയുടെ മനസ്സിൽ എന്താ ഉള്ളേ? പടച്ച റബ്ബ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാനൊരു പരീക്ഷാ ഹാളിലാണ്, ഈ പരീക്ഷയിൽ 100% വിജയിക്കണം. അവിടെ പ്രതിഫലം കിട്ടണം എന്നൊന്നും ആഗ്രഹിക്കൂല അവർ. നമ്മൾ അങ്ങനെ ഒരു ബൈത്ത് ചൊല്ലണം. മഹാന്മാരൊന്നും പ്രതിഫലം ആഗ്രഹിച്ചല്ല ആരാധന ചെയ്തത്. അനന്തതയുടെ സ്വർഗം പോലും അവർ ആഗ്രഹിക്കുന്നില്ല. വലാ നൈലുൽ മഖാം, നല്ല നല്ല ശ്രേഷ്ഠതകൾ ലഭ്യമാവണമെന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെന്താ? പടച്ച റബ്ബ് സൃഷ്ടിച്ചു, അവൻ നമുക്ക് വിവേകം നൽകി, അവൻ നമുക്ക് ജീവിക്കാൻ പാകപ്പെടുത്തി ഭൂമിയെ സംവിധാനിച്ചു, ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുവന്നു. ഇതൊന്നും നമ്മുടെ തെരഞ്ഞെടുപ്പേ അല്ല. ഇതൊന്നും നമ്മുടെ തെരഞ്ഞെടുപ്പേ അല്ല. നമ്മുടെ പിതാവിൽ നിന്ന് മാതാവിലേക്ക് 10-60 കോടിയോളം ബീജഗണങ്ങളാണ് ഒന്നിച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മളാകുന്ന ആ കണം നമ്മുടെ മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് സിക്താണ്ഡം രൂപപ്പെടുന്നത് എത്ര ശതമാനം സാധ്യതയാണ് അതിനുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-60 കോടി ബീജഗണങ്ങളിൽ ഒന്നായിരുന്നു നമ്മൾ. എത്ര ദുർബലമായ സാധ്യതയായിരുന്നു അത്. പടച്ച റബ്ബ് നമ്മെ ആ ഒരു രംഗത്തിന് തെരഞ്ഞെടുക്കുകയും നമ്മളൊക്കെ ഈ ലോകത്ത് ജനിച്ചു വീഴുകയും ചെയ്തു. ഇതിന് നന്ദി കാണിക്കുക എന്നുള്ളത് തന്നെയും മനുഷ്യ സാധ്യമല്ല. അതുകൊണ്ടാണ് വലിയ മഹാന്മാർ ആരാധന എന്തെങ്കിലും ഒരു പ്രതിഫലം കിട്ടണമെന്ന് കരുതി ചെയ്യാതിരുന്നത്. അബീത്തുൽ അദ്വിയുടെ കഥ കേട്ടിട്ടുണ്ടോ? അവരൊരു കയ്യിൽ കത്തിച്ചു പിടിച്ച ചൂട്ടും മറുകൈയിൽ നിറച്ച് വെള്ളമുള്ള ബക്കറ്റുമായിട്ട് ശിഷ്യകൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതെന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നത് എന്താ? ഞാൻ സ്വർഗത്തിന് തീ കൊടുക്കാൻ പോവുകയാണ് ഈ ചൂട്ടുകൊണ്ട്, നരകത്തിൽ വെള്ളമൊഴിച്ചതൊക്കെ എടുത്താൻ പോവുകയാണ്. സാധ്യമായിട്ടൊന്നുമില്ല, പ്രതീകാത്മകമായിട്ട് അവര് വിശദീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ അധ്വാനിക്കുന്നത് സ്വർഗം കിട്ടണം എന്ന് കരുതിയിട്ട് കച്ചവടം തുടങ്ങും പോലെ അവർ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന നരകത്തിൽ പോവേണ്ടി വരും കരുതിയിട്ടാണ്. അപ്പൊ ആ സാധ്യതകളോട് ഇല്ലാതാക്കിയാൽ അവർ വേണ്ട വിധം ഇബാദത്തിന്റെ ആരാധനയുടെ ആത്മാവ് കണ്ടെത്തുമല്ലോ നാം മഹദി പറയുന്നത്. അവരൊക്കെ ജീവിച്ചതും അവരൊക്കെ ആരാധന അർപ്പിച്ചതും അള്ളാഹു സൃഷ്ടിച്ചു ആ റബ്ബിനോടുള്ള പ്രണയത്തിന്റെ പൂർത്തീകരണത്തിന് റബ്ബ് പറഞ്ഞത് ചെയ്തിരിക്കണം എന്ന് കരുതിയിട്ടാണ്. അപ്പൊ പ്രതിഫലം അവരെ ആഗ്രഹിക്കൂല. നമ്മൾ നിത്യഹരിത പ്രണയനായകനാകുന്ന ഉംറുൽ ഖൈസിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതം എന്തായി എന്നുള്ളതിനെ കുറിച്ച് ചിലപ്പോൾ പലരും പഠിച്ചിട്ടുണ്ടാവില്ല. ഈ ലൈലയെ അയാൾക്ക് ഒരിക്കലും കിട്ടിയില്ല. പ്രണയിച്ച് നടന്നു, ജീവിതം ഭ്രാന്തായി പോയി. ലൈലയോടുള്ള മഹബത്ത് കൊണ്ട് ജീവിതം ഭ്രാന്തായി. പക്ഷെ ലൈലയെ കിട്ടിയില്ല. ഒരു രാജകുമാരൻ കല്യാണം കഴിച്ചിട്ട് ദൂരേക്ക് കൊണ്ടുപോയി. പിന്നീട് അയാൾ ആ ലൈലയെ തേടിയുള്ള പ്രയാണത്തിലാണ്. ലൈല എന്നും പറഞ്ഞിട്ട് വഴി ഇങ്ങനെ നീണ്ടു കിടക്കുമ്പോൾ അയാൾക്ക് സന്തോഷമാണ്. കാര്യം എന്താ അറിയോ? എന്റെ ലൈലയ്ക്ക് വേണ്ടി അത്രയും നടക്കാലോ എന്നാണ്. നേരം വെളുക്കുവോളം തഹജ്ജുദ് നിസ്കരിച്ചാൽ മോഹം തീരാത്ത കുറെ നല്ല മനുഷ്യരുണ്ട്. അനന്തമായി നേരം വെളുക്കൽ നീളട്ടെ എന്ന് അവർ ആഗ്രഹിക്കും. എന്തേ കാര്യം? ആർക്കോ വേണ്ടി ചെയ്യണതല്ല അത്. പടച്ച റബ്ബിനോടുള്ള പ്രണയത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന നിസ്കാരങ്ങളാണ്. അപ്പൊ നേരം വെളുക്കാതിരിക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇനിയും 4 റക്അത്ത് കൂടെ വർദ്ധിപ്പിക്കാലോ എന്ന് കരുതിയിട്ട് അവസാനം കൊട്ടാരത്തിലെത്തി ഈ ഇംറുൽ ഖൈസ്. ആ കൊട്ടാരത്തിന്റെ വലിയ കൽമതിലിന്റെ ചുറ്റുഭാഗവും അയാൾ ലൈലാന്ന് വിളിച്ചു നടന്നു. അവിടെ കുട്ടി ബഹളം വെച്ചുകൊണ്ടിരുന്നു.
ലൈലക്ക് മനസ്സിലായി തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന ആളിവിടെ എത്തിയിട്ടുണ്ട്. അവര് കൊട്ടാരത്തിലെ ഭക്ഷണം കൊടുത്തയക്കുന്നു. 2-3 ഉരുള മാത്രം നിന്ന് ബാക്കി അദ്ദേഹം തിരിച്ചു കൊടുക്കുന്നു. ലൈലക്ക് ഉറപ്പായി ഇതിന്റെ ആൾ തന്നെയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോ വേറൊരു വ്യാജ ഉംറുൽ ഖൈസ് പ്രത്യക്ഷനായി. കൊട്ടാരത്തിലെ ഫുഡ് കരുതിയിട്ടായിരുന്നു അയാൾ വന്നത്. കൊട്ടാരത്തിലെ ഫുഡുമായി ദാസി വന്നപ്പോ ഇയാളത് മേടിച്ച് ഫുള്ളും കഴിച്ചു. ഒഴിഞ്ഞ പാത്രവുമായി ദാസി വേലക്കാരി വരുന്നുണ്ടപ്പോൾ ലൈലക്ക് സംശയമായി, ഇതെന്റെ ഉംറുൽ ഖൈസ് അല്ല. കാരണം ആളാണെങ്കിൽ ഞാൻ കൊടുത്തയച്ചത് മുഴുവൻ തിന്നൂല, എനിക്ക് ഇത്തിരി പോലും വെക്കാതെ എന്ന്. 2-ാമത്തെ ദിവസം ഒരു പരീക്ഷണത്തിന് വിട്ടു ലൈലക്കൊരു രോഗം ബാധിച്ചിട്ടുണ്ടെന്നും അത് സുഖപ്പെടണമെങ്കിൽ ഒരാണിന്റെ കാൽഭാഗത്ത് നിന്ന് കുറച്ച് ചെറുതല്ലാത്തൊരു മാംസം കിട്ടണമെന്നും ഈ ഉംറുൽ ഖൈസിനോട് പറയണമെന്ന് വൃത്തിയെ ഏൽപ്പിക്കുകയാണ് ലൈല. ഈ വ്യാജ ഉംറുൽ ഖൈസ് അന്ന് ഫുള്ള് ഫുഡ് കഴിച്ചു. അതിനുശേഷം ഈ കാര്യം പറഞ്ഞോടുകൂടെ അയാൾ ഓടി, ഇത് ഞാനല്ല എന്നും പറഞ്ഞു. അപ്പോഴാണ് ഉംറുൽ ഖൈസിന് അപ്പുറത്ത് 2-3 ദിവസമായിട്ട് പട്ടിണിയായി തിരെ അവശനായി ലൈല എന്നും പറഞ്ഞ് കിടക്കുന്നത് ഈ ദാസി കാണുന്നത്. ആളടുത്ത് പോയിട്ട് ഈ കാര്യം പറഞ്ഞു. അയാൾ ഉടൻ തന്നെ കത്തിയെടുത്തിട്ട് അത്യാവശ്യം വലിയൊരു മാംസം തന്റെ കാലിൽ നിന്ന് പറിച്ച് ഈ ഒഴിഞ്ഞ പാത്രത്തിൽ വെച്ച് ലൈലക്ക് കൊടുത്തയക്കാൻ പറ്റും. ലൈല പിന്നെയും വല്ലാതെ ബേജാറായി. കാര്യം ഫുള്ള് ഫുഡ് കഴിച്ചിരിക്കുന്നു, പക്ഷെ മാംസം വരെയും ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ദാസി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആള് കൂടി ഇയാളുടെ ചുറ്റുപാടും. ഒരിക്കലും നിനക്ക് പ്രാപിക്കാനാവാത്ത ഈ ഒരു പെണ്ണിന് വേണ്ടി നിന്റെ ശരീരത്തിന്റെ നല്ലൊരു ഭാഗം മുറിക്കണോ എന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറയുന്ന ഒരു ഉത്തരണ്ട്, എന്റെ കാലുണ്ടെന്നും കാലില് മാംസം ഉണ്ടെന്നും ഞാൻ തിരിച്ചറിയണത് ലൈല ആവശ്യപ്പെട്ടപ്പോഴാണ്. ഇങ്ങനെയാണ് 300 പ്രാവശ്യം ഖബർ കുഴിച്ച് അതിലിരുന്ന് ഖുർആൻ ഓതാൻ ഖത്തം തീർക്കാൻ നഫീസത്തുൽ മിസ്രിക്ക് പറ്റണത്. ഇരുട്ടുണ്ടെന്നോ ഖബറിലാവുമ്പോ സൗകര്യമില്ലെന്നോ ഖുർആൻ ഓതി ഒരു ഖത്തം തീർക്കണം എന്നുണ്ടെങ്കിൽ കുറെ ടൈം എടുക്കുന്നോ അതെന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാണെന്നോ തോന്നാതിരിക്കണത് അതുകൊണ്ടാണ്. അവർക്ക് അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്തെ കുറിച്ച് ബോധം തന്നെ ഇല്ലാതാവുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയല്ല ഒരു കാമ്മ നിന്നിട്ട് ഒരു ഖത്തം തീർത്തത് ഷെയ്ഖ് ജീലാനി തങ്ങൾ. ഉപരിക്ക് അങ്ങനെ സ്കില്ലുണ്ട്, അത് പ്രകടിപ്പിക്കട്ടെ എഴുതിയിട്ടാണ്. 2 കാലിൽ നിൽക്കാലോ, ഇരിക്കാലോ, കടക്കാലോ. പക്ഷെ ഉപരിക്ക് ഒരു കാലം വന്നിട്ട് കുറെ നേരം നിൽക്കാൻ പറ്റും, അങ്ങനെ സ്കില്ലുണ്ട്, അത് പ്രകടിപ്പിക്കാൻ നിർത്തിയിട്ടാണ് ഒരു കാമ്മ നിന്നിട്ട് കത്തം തീർത്തത്. അല്ല, ഇരുന്നാലും ഉറങ്ങിയേക്കും, 2 കാലിൽ നിന്നാലും ചിലപ്പോ ഉറങ്ങിയേക്കും. അത് വരാതിരിക്കാൻ ഒറ്റക്കാലിൽ നിന്നു കത്തം തീർക്കാൻ. അവിടുന്ന് ബാലൻസ് ചെയ്തത് കൈ ഇങ്ങനെ ചുമരിൽ അമർത്തി വെച്ചായിരുന്നു. അതിന്റെ അടിയിൽ ആണി തറച്ചിച്ചു വെച്ചിരുന്നു എന്ന് ചരിത്രം. എങ്ങാനും ഉറക്കു വന്നിട്ട് കൈയൊന്ന് സ്ലിപ്പായാൽ ആണിയിൽ മുട്ടും, പിന്നെ അന്ന് ഉറക്കു വരൂല. ഒരു കാമ്മ നിന്ന് ഖത്തം തീർത്തു ഡെയിലി. ഇതെന്തിനാ? ഈ പ്രപഞ്ചത്തിന്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. ഷെയ്ഖ് ജീലാനി തങ്ങൾ വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ ഹോൾസെയിൽ ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി നിരവധിയായി കപ്പലുകൾ സ്വന്തം ഉണ്ടായിരുന്നു. എന്നിട്ടും അന്നത്തെ ലെവലിലൊക്കെ ആലോചിച്ചാൽ നല്ലൊരു പെപ്സിന്റെ ബെഡൊക്കെ മേടിച്ച് 2.5 ലക്ഷമൊക്കെ വിലയുള്ള ബെഡൊക്കെ മേടിച്ച് അതിലിരുന്ന് ഉറങ്ങാനും ഖുർആൻ ഓതാനൊക്കെ പറ്റുന്നയാൾ എന്തിനാണ് ഈ ആത്മത്യാഗത്തിന്റെ വഴിയിലേക്ക് ദുഷ്കരമായിട്ടും കടന്നു വരുന്നത്? അതാണ് റബ്ബിനോടുള്ള മഹബ്ബത്ത്. ഇവിടെയല്ല സന്തോഷമെന്നും വിശ്രമമെന്നും അവര് തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് 10-27 കൊല്ലം ഷെയ്ഖ് ജീലാനി തങ്ങൾ പഠിച്ചു നടന്നത്. പിന്നെ 20 കൊല്ലത്തിലേറെ അതിന്റെ പ്രയോഗവൽക്കരണം. അന്ന് ബഗ്ദാദിൽ ഒരു മനുഷ്യനോട് ഞാൻ മിണ്ടിയില്ലെന്ന് മഹാൻ പറയുന്നു. 50-ാം വയസ്സിലെ ദർസും തബ്ലീഗുമായി ഇറങ്ങുന്നത്. പിന്നെയാണ് കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ഈ ജീവിതത്തെ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ആരാണ് സദ്വൃത്തികൾ ചെയ്യുന്നത് എന്ന പരീക്ഷണം നടത്തുകയാണ് റബ്ബ് എന്ന ബോധം സ്ഥിരമായി അവരുടെ മനസ്സിനെ സ്വാധീനിക്കുമ്പോ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും ജീവിതം. ഉംറുൽ ഖൈസ് ലൈലനെ പ്രണയിച്ചാണെങ്കിൽ ഈ മഹാത്മാക്കൾ പടച്ച റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ട്. അതിനാണ് ഈ ഇബാദത്തുകൾ ഇടക്കിടക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇബാദത്തിലൂടെ വളരുന്ന സമയത്ത് മനുഷ്യൻ ആരാവും എന്നതിനെ കുറിച്ച് റബ്ബ് തആല നമ്മളെ നിരന്തരമായി സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ തെറിപ്പിക്കാം. അതുകൊണ്ടാണ് നോമ്പിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതോടുകൂടെ നമ്മൾ മുത്തഖീങ്ങളാകുമെന്ന് പരിശുദ്ധ ഖുർആനിലെ നോമ്പ് നിർബന്ധം എന്ന് പറയുന്ന ആ സൂറത്തുൽ ബഖറയുടെ 183-ാമത്തെ വാക്യത്തിന്റെ അവസാനത്തിൽ റബ്ബ് സൂചിപ്പിച്ചു. നമ്മളിന്ന് കേട്ടിട്ടുണ്ട് അത്. കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. എന്തിന്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ. എന്താ തഖ്വ?
തഖ്വയുടെ ഏറ്റവും ബേസ് പോയിന്റ് ഇംതിസാലു ആമിരില്ലാഹി വജ്തനാബു നവാഹി. തഖ്വയുടെ ഏറ്റവും ബേസ് അതായത് തഖ്വ തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് അതാ. ഇംതിസാലു ആമിരില്ലാഹി വജ്തനാബു നവാഹി. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുഴുവനുമായിട്ട് പാലിക്കുക, അള്ളാഹുവിന്റെ വിരോധങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കുക. എന്നെ കുറിച്ച് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കേൾക്കുക മാത്രം ചെയ്യുക. എത്ര നോമ്പ് ഇതിന്റെ മുന്നേ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ആ റംസാൻ കാലം കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ മുഴുവൻ പാലിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് ഉയരാൻ പറ്റും. അള്ളാഹുവിന്റെ വിരോധങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കാൻ പറ്റുന്ന ആ ഒരു തഖ്വയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇല്ലെങ്കിൽ നോമ്പ് കൊണ്ട് അള്ളാഹു അർത്ഥിക്കുന്ന ലഅല്ലക്കും തത്തഖൂൻ എന്നിടത്ത് ശൂന്യായി പോകും നമ്മൾ. തഖ്വയുടെ ഏറ്റവും ബേസാ ഞാൻ പറഞ്ഞത് ഇംതിസാലു അമരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുക, പിന്നെ ഒന്നും വിടാൻ പാടില്ല. വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹു നിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. ഈ രണ്ടും കൂടെ നോക്കുമ്പോ ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഏറ്റവും പ്രശ്നമെന്ന് ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ബിദായത്തുൽ ഹിദായയുടെ 2-ാം ഭാഗത്ത് വിസ്തരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കൽപ്പനകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് നടന്നു. പക്ഷെ വിരോധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല മനഃശക്തി വേണം. ഇപ്പൊ നോമ്പ് കാലത്ത് എല്ലാവരും നോമ്പെടുക്കും. ഒരു സീസൺ ട്രെൻഡ് ആണല്ലോ എന്ന് കരുതിയിട്ട് എല്ലാവരും തറാവീഹ് നിസ്കരിക്കുകയും ചെയ്യും. പക്ഷെ തറാവീഹ് നിസ്കരിച്ച് ഇരുന്നിട്ട് നമ്മൾ നിസ്കരിച്ച ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. തിന്മയിൽ നിന്ന് മാറാൻ കഴിയില്ല. നന്മ ചെയ്തുകൊണ്ടിരിക്കും. സക്കാത്തൊക്കെ കൊടുക്കും. സക്കാത്ത് കൊടുക്കണേ തകരാറൊന്നുമില്ല. ഇപ്പൊ എഴുത്തികാവിന്റെ നിയത്തോടു കൂടെ ഇവിടെ ഇരിക്കും, ആരാധനയാണ് അൽഹംദുലില്ലാഹ്. പക്ഷെ ആൾ അപ്പറഞ്ഞത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് അസാന്നിധ്യത്തിൽ നിരൂപണം നടത്തിക്കൊണ്ടിരിക്കും. തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വളരെ പ്രധാനമാണ്, നന്മ പാലിക്കുക എന്നതിനേക്കാൾ. ഇമാം അത് സമർത്ഥിക്കുന്നുണ്ട്. 5 വക്ത് ഇമാമിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടാവും. പക്ഷെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ പണ്ട് ശീലിച്ച ഒരിത്തിരി കള്ളുടിക്കണം എന്ന് വന്നാലോ, പലിശ കൊണ്ടാണ് ജീവിതം എന്ന് വന്നാലോ, ആള് നിസ്കാരത്തിൽ സജീവമാണ്, നല്ല പരിപാടികൾക്കൊക്കെ പ്രോഗ്രാമിനൊക്കെ നല്ല പൈസ കൊടുക്കും, ആള് സാമൂഹിക പ്രവർത്തകനൊക്കെയാണ്. പക്ഷേ ആരോ ഒരാൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോഴായിരിക്കും ഉള്ളു മൊത്തം ബോധ്യപ്പെടാന്ന് വന്നാലോ. അപ്പൊ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നന്മ ചെയ്യുക എന്നതിനേക്കാൾ പ്രധാനം. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഞാൻ നോ പറയലാ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിസ്കാരവും അത് തന്നെയാണ് നമ്മിൽ നിന്ന് പരിശീലിപ്പിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. കാരണം അതാണ് പ്രധാനം. ഒരൊറ്റ വാക്കുകൊണ്ട് ഇമാം പോലും തെറിച്ചു പോകില്ലേ, പിന്നെ അതുവരെ ചെയ്ത നന്മക്ക് എന്ത് കാര്യം? അപ്പൊ അള്ളാഹു കൽപ്പിച്ചത് മൊത്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കുക, ഇതാണ് തഖ്വയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് വരുമ്പോ നമ്മുടെ നോമ്പ് കൊണ്ട് ആ ഒരു വിധാനത്തിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ആലോചിക്കാൻ നല്ലൊരു സന്ദർഭമാണിത്. പരിശുദ്ധ റമദാൻ വന്നേ ഉള്ളൂ, തീർന്നു പോയിട്ടൊന്നുമില്ലേ. ഖത്തൊക്കെ ഓതി തുടങ്ങി. ആദ്യമൊക്കെ 2-3 ജുസൊക്കെ ആയി, പിന്നെ അങ്ങനെ കുറഞ്ഞു വന്ന്, പിന്നെ റമദാൻ നമ്മുടെ ജുസിന്റെ എണ്ണത്തെക്കാൾ മേലേക്ക് പോയി. കുറെയൊക്കെ എത്തിപ്പിടിക്കാന്നൊക്കെ വിചാരിക്കും. ലാസ്റ്റ് ആകുമ്പത്തിന് ഇനിയിപ്പോ കൊല്ലം നടക്കൂല എന്നും പറഞ്ഞ് എടുത്തു വെക്കും. അതിനത്രയൊന്നും സമയമായിട്ടില്ല ഇപ്പോ. അതുകൊണ്ടാണല്ലോ ഈ സാധാരണക്കാരൊക്കെ ആലോചിച്ച് നോക്കും, അൽബക്കറ ആലിമ്രാനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. കുറെ ഖത്തം തുടങ്ങിയിട്ട് പരിചയമുള്ളത് കൊണ്ടാണ്. കുറെ വട്ടം ഖത്തം തുടങ്ങിയിട്ടുണ്ട്, ഒടുങ്ങിയിട്ടില്ലേ. ആ ഒരു പരിചയം കൊണ്ട് അൽബക്കറ ആലിമ്രാനൊക്കെ നല്ല ഉഷാറിൽ ഓതി അങ്ങനെ പോകും. അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം നമുക്ക് അൽബക്കറ തീരാനൊക്കെ പറ്റുന്നത്. 2-2.25 ജുസ് കൊള്ളാന്ന് വിചാരിക്കും. അൽഹംദുലില്ലാഹ് ഇന്നലക്കട് പോയിട്ടുണ്ട്. ഇപ്രാവശ്യം 3 ഖത്ത് ഉറപ്പാന്ന് കരുതുന്നു. പിന്നെ ഒരു 15-16 ആകുമ്പോഴാണ് ഇത് ഈക്വൽ ആയാലേ. പിന്നെ ഒരു 20-21 ആകുമ്പോഴത്തേന് നോമ്പ് കൂടുതലും എണ്ണം കുറവും വരും. അപ്പൊ പിന്നെ ആ ഭാഗമൊന്നും പരിചയം ഉണ്ടാവില്ല. പിന്നെ നമ്മളെടുത്തോളം പിന്നെയും തുടങ്ങും ഖത്തും. അതുകൊണ്ട് അൽബക്കറി അൽമ്രാനൊക്കെ നല്ല പരിചയം ഉണ്ടാവും. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ റബ്ബിനോടുള്ള സ്നേഹത്തിൽ നിന്നാവണം നമ്മുടെ ഇബാദത്ത്. നമ്മുടെ സുഹൃത്ത് സജദയിൽ സുജൂദ് ചെയ്യുന്ന ആയത്ത് കഴിഞ്ഞ തൊട്ടുടനുള്ള ആയത്ത് എന്താ? നല്ല ഉഷാറിൽ ഉറങ്ങിയിരിക്കും അവർ, ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കും. അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഖൗഫൻ, അവർക്ക് ഭീതിയുണ്ട്, ആശങ്കയുണ്ട്, പക്ഷേ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ വെച്ചാണ് നമ്മൾ നിസ്കാരം നിർവഹിക്കുന്നത്. തറാവീഹിന് 20 റക്അത്ത് കഴിയുമ്പോഴേക്ക് കുറെ ആളുകൾക്കൊക്കെ കാല് കഴിച്ചു പോകും, ശരിയാണ്. പക്ഷെ റബ്ബിനോട് കൂടുതൽ എടുക്കുമ്പോ അങ്ങനെ ഒരു കാലിന് കടച്ചിൽ വരൂല.
അതുകൊണ്ട് സൂറത്ത് മുസമ്മിലിന്റെ 20-ാമത്തെ വാക്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തെ കുറിച്ച് ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുൽസൈൽ ലൈൽ, രാത്രിയെ 3ആയി ഓഹരി വെച്ച 2 ഭാഗവും അങ്ങ് നിന്ന് നിസ്കരിക്കുന്നുവെന്ന് അങ്ങയുടെ റബ്ബിനറിയാം എന്ന് പറയുന്നത്. രാത്രി എന്ന് ആലോചിച്ചു, മഗ്‌രിബ് മുതൽ സുബഹി വരെയുള്ള സമയം, അതിനെ 3 പാർട്ടായിട്ട് ഓഹരി വെക്കുക. അതിൽ 2 ഭാഗവും അങ്ങ് നിന്ന് നിസ്കരിക്കുന്നു എന്ന് റബ്ബിനറിയാം. അതുകൊണ്ടാണ് കാല് കടയോളം കയക്കോളം ഇങ്ങനെ നിസ്കരിക്കണോ, ഒരു തെറ്റും ചെയ്യാത്ത ആളല്ലേ അങ്ങുന്ന് എന്ന് മഹദിയാം ആയിഷത്തു സിദ്ദീഖ ബോധ്യപ്പെടുത്തുമ്പോ അവലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, നന്ദി ചെയ്യേണ്ടവനാവണ്ടേ ഞാൻ എന്ന് മഹദിയാം ആയിഷ ബീവിയോട് റസൂൽ മറുപടി പറയുന്നത് നന്ദി ചെയ്യണ്ടേ എന്ന്. നമ്മൾ ഇതുവരെ കഴിച്ച ഓക്സിജന്റെ കാര്യം എടുത്ത് നോക്കൂ. ഡൽഹിയിൽ സ്ഥിരമായി ഈ മഹാരാഷ്ട്രയിലെ ഹരിയാനയിലെ കർഷകർ അവരുടെ കൃഷിഭൂമിയൊക്കെ വൃത്തിയാക്കലിന്റെ ഭാഗമായിട്ട് വേസ്റ്റിന് തീ കൊടുക്കുകയും അതോടൊപ്പം ദീപാവലി വരികയും പടക്കം പൊട്ടിക്കലും ഒക്കെ കൂടാകുമ്പോ ഡൽഹിയിൽ എല്ലാ വർഷവും തുടർച്ചയായി കൊല്ലം തോറും നടന്നു വരുന്ന ഒരു സംഗതിയാണ് അന്തരീക്ഷ മലിനീകരണം. അസമയത്ത് അവിടെ ചെറിയ ഓക്സിജൻ സിലിണ്ടർ മേടിക്കാൻ കിട്ടും, ചെറുത്, 1 മണിക്കൂർ മാത്രം യൂസ് ചെയ്യാൻ പറ്റും. ഈ വർഷം 3000 രൂപയായിരുന്നു അതിന്റെ വില. 1 മണിക്കൂറിന്റെ ഓക്സിജന്റെ വിലയാണ് 3000. 3000 × 24 നിന്ന് ഗുണിച്ചു നോക്കി അറിയാം ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഓക്സിജന്റെ മൂല്യം. ഒരു ദിവസത്തെ ഓക്സിജന്റെ മൂല്യം അപ്പം മനസ്സിലാവും. ഏകദേശം അല്ലെ ഒരു 36,000 രൂപ വരും. അതിനൊരു മാസം കൊണ്ട് × 30 കൂട്ടി വെക്കുക. പിന്നെ ആ ഒരു വലിയ ഗുണനഫലത്തെ × 12 നിന്ന് ഗുണിക്കുക. ഭീമാകാരമായ സംഖ്യ അപ്പോഴേ വരും. പിന്നെ നമ്മൾ ഇതുവരെ ജീവിച്ച ആയുസ് കൊണ്ട് അതിനൊന്ന് ഗുണിക്കൂ. നമ്മുടെ ജീവിതം മൊത്തം ചെലവഴിച്ച് അധ്വാനിച്ച് കഠിനമായി ജോലി ചെയ്താലും അടയ്ക്കാൻ പേ ചെയ്യാൻ പറ്റാത്ത ഒരു ഹിമാലയൻ സംഖ്യ നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും. ഇത് വെള്ളത്തിന്റെ പൈസ അല്ല കേട്ടോ, ഉപ്പിന്റെ പൈസ അല്ല കേട്ടോ, നമ്മൾ ജീവിക്കുമ്പോൾ ഉപയോഗപ്പെടുത്തിയ ഓക്സിജന്റെ മാത്രം പൈസ. ഈ ബോധം ഉണ്ടാകുമ്പോ അള്ളാന്റെ റസൂല് തിരിച്ചു ചോദിക്കും അവലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, നന്ദി കാണിക്കേണ്ട ഒരാളാവണ്ട ഞാൻ. അതുകൊണ്ടാണ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഇജാദി നിസ്കാരം നടത്തി പരിക്ഷീണിതനായി അല്ലാഹുവിന്റെ റസൂലോ വല്ലാതെ ആത്മീയതയുടെ ആ ഗിരിശൃംഗത്തിലേറി ആകാശഗംഗയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ അവിടുത്തെ നഗ്നമായ നേത്രം കൊണ്ട് എല്ലാ കോമറ്റുകളും ഗാലക്സികളും ഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ സൂറത്ത് ആൽ ഇംറാന്റെ 190 മുതലുള്ള വാക്യങ്ങൾ അവിടുന്ന് നിത്യമായി ഓതാറുണ്ടായിരുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ആലോചിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് കാര്യം ബോധ്യപ്പെടുമെന്നാണ് അതിന്റെ ആശയം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടേ ഉള്ളൂ, വല്ലാതെ പോയിട്ടില്ലേ. നല്ലൊരു ലക്ഷ്യത്തോടു കൂടി റമദാനൊക്കെ ഒരു 3 ഖത്തം തീർക്കണം എന്ന് വിചാരിക്കുക മാത്രമല്ല, അതിനനുസൃതമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തണം. എന്തായാലും എല്ലാ ദിവസവും ഞാൻ സ്വലാത്തുൽ അവ്വാബീൻ ഒരു ശീലാക്കി കൊണ്ടുവരുന്നു പറഞ്ഞാൽ മരിസ്കാരം കഴിഞ്ഞ 2 റക്അത്ത് സുന്നത്ത് എന്തായാലും നിസ്കരിക്കുന്നുണ്ട്. അതിനായിട്ട് വേറെ ചടങ്ങോ ഒരുക്കൊന്നും വേണ്ട. ചുരുങ്ങിയത് 2 റക്അത്ത് നമുക്ക് ആ സമയത്ത് നിസ്കരിച്ചാൽ ദുആ നിസ്കാരം മുടക്കില്ലെന്നൊരു തീരുമാനം വന്നാൽ ഓരോ ജോയിന്റിനും സദക്ക കൊടുക്കണമെന്ന് റസൂൽ തങ്ങൾ ഒരു ദിവസം പ്രഭാഷണം നടത്തും. സഹാബാക്കിറാം വല്ലാതെ ബേജാറായി. കാര്യം അവരിൽ ഭൂരിപക്ഷവും മഹാദരിദ്രരാണ്. എല്ലാ ജോയിന്റിനും പകരം എല്ലാ ദിവസവും സദക്ക കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദക്കയുടെ വിവിധ മുഖങ്ങൾ പഠിപ്പിച്ചു കൊടുത്തവർക്ക് അംറുൻ ബിൽ മഅറൂഫി സദഖത്തുൻ വനഹ്യുൻ അനിൽ മുൻകരി സദഖത്തുൻ വതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ. നന്മ കൽപ്പിക്കുന്ന സദഖയാണ്, തിന്മ വിരോധിക്കുന്നതും അങ്ങനെയാണ്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും ദാനാണ്, ധർമ്മമാണ്. എല്ലാം കഴിഞ്ഞിട്ട് മുത്തറസൂൽ പറയുന്നുണ്ട്, ഇതിനെല്ലാം തുല്യം നിൽക്കുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ? ഇതിനെല്ലാം തുല്യം നിൽക്കുന്ന ഒരു കാര്യം. ഇങ്ങനെ ഒരു ആമുഖാനന്തരം നബിതങ്ങൾ പറയാണ് ദുഹാ നിസ്കാരത്തിൽ 2 റക്അത്ത്. ഇത് ബോധമുണ്ടാവുന്ന നമ്മൾ റസൂലിനെ സ്നേഹിക്കുമ്പോ അത് ചെയ്തിരിക്കണം. റസൂലിനോട് അങ്ങനെ സ്നേഹമൊന്നുമില്ലെങ്കിലോ ഇതെങ്ങനെങ്കിലും ഇസ്ലാം എന്ന് പുറത്താക്കാൻ നോക്കും. ഈ അബ്ദുസലാം സുല്ലമിയുടെ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 13-ാമത്തെ പേജിലുണ്ട് ദുഹാ നിസ്കാരം അനിസ്ലാമിക.
അള്ളാന്റെ റസൂൽ പറഞ്ഞ സ്വഹീഹ് ഹദീസാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതാണ് ഇസ്ലാം. പിന്നെ അബ്ദുസ്സലാം സുല്ലമിയുടെ അതിൽ ളുഹാ നിസ്കാരം പുറത്താണെന്ന് അവർ പറയുമ്പോൾ നിർബന്ധമായി നമ്മൾ അനുഷ്ഠിക്കണം. അതാണ് നമ്മുടെ പൂർവികരുടെ ഒരു രീതി. പിന്നെ തഹജ്ജുദിന്റെ കാര്യം, എന്തായാലും നമ്മൾ ഭക്ഷണത്തിന് എഴുന്നേൽക്കും. ഒരിക്കലും തഹജ്ജുദ് മുടങ്ങാത്തൊരു കാലഘട്ടം ഞാൻ സൃഷ്ടിക്കുമെന്ന് റമദാനിൽ നമ്മൾ തീരുമാനിക്കുക. പിന്നെ അതങ്ങോട്ട് തുടർന്ന് വരികയും ചെയ്താൽ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വെളിച്ചമാവും. അതുകൊണ്ടാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ ഭക്ഷണപാനീയ മൈഥുനാദികളിൽ നിന്ന് മാറി നിൽക്കൽ വളരെ നിലവാരം കുറിച്ച നോമ്പാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു. അവിടുന്ന് ആ നോമ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. രണ്ടാമത്തെ ഒരു നോമ്പുണ്ട്, അതാണ് VIP-കളുടെ നോമ്പ് എന്ന് മഹാൻ പറയുന്നു. അതിലെന്താ സംഭവിക്കുക? സോമെന്ന് പറഞ്ഞാൽ ഇംസാക്കാണെന്ന് നമുക്കറിയാം. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക, പിടിച്ചു നിൽക്കുക എന്നൊക്കെ അർത്ഥം. എന്തിൽ നിന്ന് പിടിച്ചു നിൽക്കൽ? സർവ്വപാപങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കൽ. കൈകൊണ്ട്, കാലുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട് ഒരു പാപം ചെയ്യാത്ത നോമ്പ്, അതാണ് VIP-കളുടെ നോമ്പ്. അത്തരം നോമ്പിൽ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തതൊന്ന് കണ്ടാൽ ആ കണ്ണിന്റെ നോമ്പ് മുറിഞ്ഞു. കൈകൊണ്ട് കാണാൻ, തൊടാൻ പാടില്ലാത്തൊന്ന് തൊട്ടാൽ കൈയിന്റെ നോമ്പ് മുറിഞ്ഞു. നമ്മൾ ആലോചിക്കുക, ഞാൻ നേരത്തെ തഖ്വയുടെ നിർവചനം പറഞ്ഞു, ഇംതിസാലു അമരില്ല വജ്തിനാബി നവാഹി. ഒറിജിനൽ നോമ്പിലേക്ക് നമ്മൾ എത്തുമ്പോൾ തഖ്വ പൂർണ്ണാകുന്നു. ഇതുമുള്ള ബന്ധം നമ്മൾ മറക്കരുത്. ഗസാലി തങ്ങൾ പറയുന്ന ഒറിജിനൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ശരീരഭാഗം കൊണ്ടും ഒരു ഹറാമും ചെയ്യാത്ത നോമ്പ് എന്നാണ്. ആ നോമ്പിലേക്ക് എത്തുമ്പോഴേക്ക് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വക്കാരായി മാറും. കാരണം തഖ്വയുടെ ഏറ്റവും അടിസ്ഥാന രൂപം നേരത്തെ ഞാൻ പറഞ്ഞു, നന്മകൾ പാലിക്കുക, തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത്. പിന്നെ ഒരു നോമ്പ് കൂടെ മഹാൻ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ വിലയം പ്രാപിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ സാധാരണ നോമ്പാകുന്ന ഭക്ഷണപാനീയങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആ ഒരു രീതി, അത് വലിയ മഹാന്മാരുടെ നോമ്പാണ്. അവർ വലിയ മുത്തഖീങ്ങളാവും. ആ മുത്തഖീങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത് ഇന്ന ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ആ മുത്തഖീങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അപ്പോ നിരന്തരമായി നമ്മളെ സംസ്കരിക്കാനും നമ്മുടെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്, ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനുമാണ് പടച്ച റബ്ബ് ആരാധനകളിലൂടെ നമ്മളോട് കൽപ്പിക്കുന്നത്. ആരാധന നിരന്തരം വരുമ്പോൾ റബ്ബുമായുള്ള ബന്ധം നമുക്ക്, അതിന്റെ ആ നൈരന്തര്യം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു. ആ തലത്തിലേക്ക് നമ്മുടെ നിസ്കാരത്തെ, നോമ്പിനെ, മറ്റ് ആരാധകളെ മാറ്റാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മയും നമ്മളോട് ബന്ധമുള്ള എല്ലാവരെയും പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്ന നല്ലവരായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഇതിനു മുന്നേ കഴിഞ്ഞ എല്ലാ നോമ്പുകളും അതിന്റെ കെടുതികൾ പരിഹരിച്ച് അപാകങ്ങൾ വിട്ട് പടച്ച റബ്ബ് സമ്പൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ.